എല്ലാവർക്കും ഡിജിറ്റലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുതിയൊരു സ്മാർട്ട് ഫോണുമായിട്ടാണ്. ആ സ്മാർട്ട് ഫോൺ ആണ് റിയൽമിയുടെ 6 Pro എന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്കറിയാം റിയൽമിയുടെ 5G ഫോണുകൾക്ക് ശേഷം റിയൽമി പുറത്തിറക്കുന്ന മറ്റൊരു സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. റിയൽമിയുടെ 6 Pro കൂടാതെ റിയൽമിയുടെ 6ഉം എത്തിയിരിക്കുന്നു. പിന്നെ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞങ്ങളുടെ ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് ഒരുപാട് വീഡിയോസ് എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റിയൽമിയുടെ 6 Pro എന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ജസ്റ്റ് നൗ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ആയൊരു ഫോണാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡുവൽ സെൽഫി ക്യാമറയാണ്. ഒപ്പം നമുക്ക് ബാക്കിൽ ക്വാഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്. റിയൽമിയുടെ ഒരു എന്താ പറയുക ഒരു മിഡ് റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫീച്ചറിലേക്ക് കടക്കാം. ഡിസ്പ്ലേയുടെ സവിശേഷത പറയുകയാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണുകൾക്കുള്ളത്. FHD+ ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1080x2400 പിക്സൽ റെസൊല്യൂഷനും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയേണ്ടത് ഇതിൻ്റെ ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഗോറില്ല ഗ്ലാസ് 5 നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് ഡിസ്പ്ലേയിൽ എടുത്തു പറയേണ്ടത്. പിന്നെ ബോഡി ടു റേഷ്യോ, സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുമ്പോൾ 90.60 നമുക്ക് ഇതിനുണ്ട്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്പ്ലേയിൽ നമുക്ക് എടുത്തു പറയേണ്ട പ്രധാന ഫീച്ചറുകൾ. ഇനി നമുക്ക് പറയേണ്ട പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് ഇതിൻ്റെ ബാക്ക് കവർ ടെക്നോളജിയാണ്. 3D ഗ്ലാസ് പ്ലസ് ഫിലിം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ഒരു ഡിസൈൻ നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കിതിൽ ക്വാഡ് ക്യാമറ ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്വാഡിലേക്ക് വരികയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ് നമുക്ക് ഈ ഫോണുകൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിയൽമിയുടെ പ്രേമികൾക്ക് നോക്കാവുന്ന അനുയോജ്യമായൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബാക്കിൽ 64+, 12+, 8+, 2 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ നമുക്ക് ബാക്കിൽ ലഭിക്കുന്നുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. ഇത് 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ആദ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ശേഷം 12 മെഗാ പിക്സലിൻ്റെ ലോങ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ക്യാമറ ലെൻസ് നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് 8 മെഗാ പിക്സലിൻ്റെ റിയർ വൈഡ്. ശേഷം ലാസ്റ്റ് 2 മെഗാ പിക്സലിൻ്റെ മാക്രോ എന്നിവയാണ് നമുക്ക് ബാക്കിൽ ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയും സെൽഫിയിലേക്ക് വരികയാണെങ്കിൽ സെൽഫി നമുക്ക് ഡുവലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡുവൽ ക്യാമറ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഫീച്ചറുകളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 16 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ നമുക്ക് 14+8 നമുക്ക് അവിടെ ബാക്കിൽ ഇതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഈ ക്യാമറയിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയണം. കാരണം അതിൽ സ്ലോ മോഷൻ, നമുക്ക് അൾട്രാ സ്റ്റഡി വീഡിയോ, പോർട്രേറ്റ് മോഡ്, ടൈം ലാപ്സ് അതെല്ലാം ഓൾറെഡി നമുക്ക് ഈ റിയൽമിയുടെ ഫോണുകളിൽ ഉള്ളതാണെങ്കിലും ഇതിൽ കുറച്ചും കൂടി നമുക്ക് ഒരു കുറച്ച് ഫീച്ചറുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും 1-2 ഫീച്ചറുകളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. നമുക്ക് ഫാസ്റ്റ് ചാർജറാണ് ഇതിനൂടെ ലഭിക്കുന്നത്. ഇതിന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. VOC 4.0 ഫാസ്റ്റ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഫോണുകൾക്കൊപ്പം. 4300 mAh ബാറ്ററി ലൈഫും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. ഡുവൽ നാനോ പ്ലസ് കാർഡ്, പിന്നെ 3 കാർഡ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ സ്മാർട്ട് ഫോണിൽ 3 കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ റിയൽമിയുടെ 6 Pro ആൻഡ്രോയിഡിൻ്റെ 10 വേർഷൻ, എൻ്റെ ഇരിക്കുന്ന 8 GB റാം പ്ലസ് 128 GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 712 ഒക്ടാ-കോർ പ്രോസസ്സറിലാണ് ഇതിൻ്റെ പ്രവർത്തനം. നമുക്ക് ആൻഡ്രോയിഡിൻ്റെ 10 പറയേണ്ടതില്ല, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും നമുക്ക് ആൻഡ്രോയിഡിൻ്റെ 10 ലഭിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ. നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് കിടക്കാം. ക്യാമറയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ കുറേ ഫോട്ടോസ് ഇപ്പോൾ തന്നെ എടുത്തിരുന്നു റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ല വെളിച്ചത്ത് എടുത്ത പിക്ചറുകളാണിത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്ന ഒരു ഫോൺ വെളിച്ചത്ത് നൽകുന്നുണ്ട്. കാരണം ഈ ഫോൺ ഞാനിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക്
റിവ്യൂവിൻ്റെ ഒരു ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ മറ്റു ഫീച്ചറുകളും 64 മെഗാ പിക്സൽ ക്യാമറ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂ കഴിഞ്ഞാൽ മാത്രമേ ഇത് മറ്റു ഫോണുകളെ താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം ഒരു നേട്ടം കൈവരിക്കുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും റിവ്യൂവിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 64 അവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സ്ലോ മോഷൻ, എക്സ്പെർട്ട്, പാനോ, അൾട്രാ, മാക്രോ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ ഫീച്ചർ തന്നെ 20,000 റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഒരു ഫോണിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ ഫീച്ചർ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്യാമറ പ്രേമികൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോൺ തന്നെ. കാരണം 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് നമുക്ക് ബാക്കിൽ സെൽഫി ഇതുപോലെ നമുക്ക് സെൽഫി ലഭിക്കുന്നുണ്ട്. കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് 10 നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജ് വിയോസിൻ്റെ 4.0 ഫാസ്റ്റ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു റിയൽമിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോൺ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. റിയൽമിയുടെ 6 Pro എന്ന സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ സ്മാർട്ട് ഫോൺ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ വില എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്, 4300 mAh ബാറ്ററി ലൈഫും. അപ്പോൾ വില പറയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വില ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇതിന് എത്ര രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ വരിക, എന്നാണ് അതിൻ്റെ സെയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ സ്മാർട്ട് ഫോൺ ജസ്റ്റ് നൗ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇത് ഞാൻ എങ്ങനെ കിട്ടി, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, എങ്ങനെ കിട്ടി, ഇത് നിങ്ങൾ മറ്റു വീഡിയോയിൽ നിന്നും കോപ്പി ചെയ്യുന്നതാണ്. ഇതൊരു വീഡിയോയിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യുന്നതല്ല, ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിപ്പോൾ റിവ്യൂ പർപ്പസിന് വേണ്ടി വന്ന വീഡിയോസ് മൊബൈലാണിത്. ഇത് തീർച്ചയായിട്ടും ഇത് റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട ഒരു ഫോണാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് കമൻസും വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലും ഒന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ റിയൽമിയുടെ 6 Pro ഞാൻ റിവ്യൂ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഇതിൻ്റെ റിവ്യൂ, ക്യാമറ കമ്പാരിസൺ, മറ്റു ഫോണുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം തന്നെ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഡിജിറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ കമൻറ്റുകൾ തന്നെ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.